ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ കുറുമയാണ്. രാവിലെ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ എന്താ കറി വയ്ക്കുകയെന്ന് ആലോചിക്കുമ്പോൾ ഇത് നല്ലൊരു കറിയാണ്. എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞ പൊട്ടറ്റോ, ക്യാരറ്റ്, ഗ്രീൻ പീസ് ഞാൻ കഴുകി ഫ്രീസ് ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടോ. അത് അപ്പോൾ ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ, അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് ഇത് കേടായി പോണതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. അതിലേക്ക് സവാള, വളരെ കുറച്ചൊരു വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ പച്ചമുളക്. അപ്പം ഇനി നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ലാത്തത് കൊണ്ട് എരിവിനാവശ്യത്തിനുള്ള മുളക് ഇപ്പോൾ ചേർക്കണം. ഇനി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച്, വെള്ളം അധികമായി പോകരുത് കേട്ടോ, അപ്പോൾ കുറുമ കുറുകി നിൽക്കില്ല. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് കുക്കറിൽ ഒറ്റ വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെജിറ്റബിൾസ് മാത്രമല്ലേ ഉള്ളൂ, ഒറ്റ വിസിലടിക്കുമ്പോഴേക്കും വെന്ത് കിട്ടും. ഇത് ബദാമാണ്. ബദാം ഞാൻ തലേദിവസം വൈകുന്നേരം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതാണ്. അപ്പം കുതിർന്നത് കൊണ്ട് തന്നെ അതിൻ്റെ തൊലി വേഗം അങ്ങ് പൊളിച്ച് എടുക്കാൻ പറ്റും. അങ്ങനെ തൊലിയെല്ലാം കളഞ്ഞ് അത് നമുക്ക് അരയ്ക്കാനെടുക്കാം. അപ്പം ഇതിന് പകരം നിങ്ങൾക്ക് കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ കാഷ്യൂനട്ടിനാണ് കേട്ടോ രുചി കൂടുതൽ. അപ്പോൾ കാഷ്യൂനട്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബദാം എടുത്തത്. കാഷ്യൂനട്ട് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി അത് ഇതിൻ്റെ കൂടെ ഇട്ട് അരച്ചാലും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കതിലേക്ക് പെരിഞ്ചീരകം, കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കുറഞ്ഞ അളവിൽ ചേർക്കാം. അപ്പോൾ ഇതെല്ലാം പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഉണ്ടാവുന്നതാണ്. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും കൊണ്ടുവരാനുള്ളത് റാണി ചേച്ചിയും ജോഷി ചേട്ടനും ഞങ്ങൾക്ക് വേണ്ടി എടുത്ത് വെച്ച് തന്നു വിടുന്നതാണ്. വളരെ കുറച്ച് വെള്ളം ചേർത്ത് തന്നെ തേങ്ങ അരച്ചെടുക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ അത് അരിഞ്ഞ് കിട്ടുകയില്ല, കുറുമയ്ക്ക് വെള്ളം കൂടി പോവുകയും ചെയ്യും. ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഉപ്പ് ആദ്യം വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അന്നേരം ചേർക്കാം കേട്ടോ. ഇനി പതുക്കെ ചെറു തീയിലിട്ട് ആ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിക്കണം. ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യമായ കടുക് വറുത്ത് ചേർക്കാം. അതിന് ഞാൻ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പം ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളകും ചേർത്തിരുന്നു കേട്ടോ. വീഡിയോയിൽ കിട്ടിയില്ല എന്നേ ഉള്ളൂ. അത്രയും വഴറ്റി നമ്മൾ ഈ കുറുമയിലേക്ക് ചേർത്തു. വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു സോ മച്ച്.